ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ എങ്ങനെ ഏണിങ്സ് നേടാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, യൂട്യൂബിൽ പരസ്യം വരും. യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പരസ്യം വരുന്നുണ്ട്. ഷോർട്സ് ഇട്ടാലും പരസ്യം വരുന്നുണ്ട്. നിങ്ങൾ ഭൂരിഭാഗം ആളുകളും ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകളെല്ലാം ഇരുന്ന് കാണുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഏതൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നല്ല രീതിയിൽ റീച്ച് കിട്ടാറുണ്ട്. അപ്പോൾ ഈ റീച്ച് കിട്ടുമ്പോൾ പൊതുവെ എല്ലാവരുടെയും വിചാരം ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ ഈ ഒരു ക്രിയേറ്റേഴ്സ് ഏണിങ്സ് നേടുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ആരും ഏണിങ്സ് നേടുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ നേടുന്ന വഴി, ഇൻസ്റ്റാഗ്രാമിൽ ക്യാഷ് സമ്പാദിക്കുന്ന വഴി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. യൂട്യൂബിലൊക്കെ ആകുമ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഷോർട്സ് ആണെങ്കിലും അതിൽ നിന്ന് ഏണിങ്സ് കിട്ടും, അതുപോലെ ലോങ് വീഡിയോ ആണെങ്കിൽ ഏണിങ്സ് കിട്ടും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് ഏണിങ്സ്? ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസേഷൻ റവന്യൂ കിട്ടുമോ? ഇങ്ങനെ ഒട്ടനവധി പേര് ചോദിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് പൈസ സമ്പാദിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെയാണ് ബെനിഫിറ്റ് കൂടുതൽ നേടാൻ കഴിയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാനും പറ്റുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ എങ്ങനെയാണ്, ലൈവൊക്കെ ചെയ്യുമ്പോൾ ബോണസ് ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ലൈവ് ചെയ്യുമ്പോൾ 99 രൂപ, 499, 599 ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. ഇത് പിന്നീട് പൈസ കൺവേർട്ടായിട്ട് ഇന്ത്യൻ മണി ആയിട്ടൊക്കെ കൺവേർട്ടായിട്ട് വരാറുണ്ട്, അങ്ങനെ കിട്ടാറുണ്ട്. അതൊരു രീതി. അത് ഇൻസ്റ്റാഗ്രാം തുച്ഛമായിട്ടുള്ളത്. പിന്നെ നല്ല റീച്ച് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം നല്ല റീച്ചുള്ള പേജ് ആണെന്നുണ്ടെങ്കിൽ മാത്രം, നല്ല റീച്ചിൽ ഇൻസ്റ്റാഗ്രാം പോകുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം തന്നെ ബോണസ് കൊടുക്കുന്നുണ്ട്. ബോണസ് അവർക്ക് മെയിൽ ത്രൂ കാണിക്കും, മെയിൽ ത്രൂ ബോണസ് ഉണ്ട് പറഞ്ഞിട്ട് മെയിൽ വരും, അങ്ങനെ ബോണസ് കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് വലിയ രീതിയിലുള്ള ഇൻസ്റ്റാഗ്രാമിൽ റവന്യൂ, റീൽസ് ഇടുന്നതിൻ്റെ വ്യൂസിനനുസരിച്ചുള്ള റവന്യൂ ഇല്ല, ഇതുവരെയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് പൈസ സമ്പാദിക്കുക? പൈസ സമ്പാദിക്കാനുള്ള വഴികളുണ്ട്. അതായത് ഒന്ന്, അഫിലിയേറ്റിംഗ് മാർക്കറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുക്കാം, നിങ്ങളുടെ ബയോയിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത്തരത്തിലുള്ളതൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. ഓട്ടോമേഷൻ ചെയ്തു വെച്ചിട്ടൊക്കെ ഒരുപാട് പേര് ഇത്തരത്തിൽ അവരുടെ DP-യിലോട്ട് ആ ലിങ്ക് ആരൊക്കെ കമൻറ്റ് ചെയ്തോ ആ പ്രൊഡക്റ്റിൻ്റെ ബയോ ലിങ്ക് കൊടുക്കുന്നുണ്ട് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു അഫിലിയേറ്റിംഗ് മാർക്കറ്റിംഗ് ഒരു രീതി. പിന്നെ രണ്ടാമത്തെ ഒരു രീതിയാണ് സ്പോൺസർഷിപ്പ്. നമ്മുടെ ചാനലിൻ്റെ, അതായത് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളൊക്കെ ഇത്തരത്തിൽ നല്ല റീച്ചുള്ള പേജിനെ തപ്പി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പേജാണെങ്കിൽ, നല്ല റീച്ചുള്ള പേജാണെങ്കിൽ നിങ്ങളുടെ മെസ്സേഞ്ചറിൽ വന്നിട്ട്, അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, പ്രൊമോഷന് വേണ്ടിയിട്ട് വാട്സാപ്പ് നമ്പറൊക്കെ നിങ്ങൾ ബയോയിൽ കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേജിൻ്റെ റീച്ച് അനുസരിച്ച്, ഫോളോവേഴ്സ് അനുസരിച്ച് നിങ്ങൾക്കൊരു എമൗണ്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഈ സ്പോൺസർഷിപ്പ് എടുത്തിട്ട്. അതായത് അവർ റീൽസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ സ്പോൺസർഷിപ്പ് കമ്പനികൾ കൊടുക്കുന്ന അത്തരം സ്പോൺസർഷിപ്പ് എടുത്തിട്ടും കൂടി റീൽസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു തുക സമ്പാദിക്കാറുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം സെയിൽ ചെയ്യുന്നവരും ഇൻസ്റ്റാഗ്രാമിൽ ഒട്ടനവധി പേരുണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ തന്നെ സ്വന്തം പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെയും പൈസ സമ്പാദിക്കുന്നുണ്ട് കേട്ടോ, സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളിനെ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒരുപാട് പേര് പൈസ സമ്പാദിക്കുന്നുണ്ട്. നല്ല റീച്ചാണ് ഇൻസ്റ്റാഗ്രാമിൽ, നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒട്ടനവധി പേര് നല്ല ടൈം പാസിന് വേണ്ടി വീഡിയോസ് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോ അപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ചാനലിൻ്റെ നല്ല റീച്ചിനനുസരിച്ചിട്ട് ഓരോ ആളുകൾ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും, നിങ്ങളുടെ റീച്ചിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പൈസ സമ്പാദിക്കുന്നത്. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.